ആളെ കാണാനില്ലെങ്കിലും ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്. ഒളിവിലുള്ള അമിത്ഷാ സ്പീക്കർക്ക് നൽകിയ കത്ത്. ഈ കത്ത് കണ്ട് ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ രാജ്യത്ത് പരന്നുകൊണ്ടിരിക്കുന്നത്. 20 ദിവസം ഒളിച്ചു നിന്ന് സഭയിൽ വരാത്തൊരു ആഭ്യന്തരമന്ത്രി സഭ സമാപിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഒരു കത്ത് നൽകി മാപ്പപേക്ഷ നൽകുമ്പോൾ ഈ രാജ്യത്തിന് അത് ഞെട്ടലുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ്. എല്ലാ വിഷയത്തിലും ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇന്ന് കത്ത് നൽകിയിരിക്കുകയാണ്. ഈ അവസാന ദിവസം ദയവായി സഭ നടക്കാൻ അനുവദിക്കണമെന്നും സ്പീക്കർക്ക് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അമിത്ഷാ കത്ത് നൽകിയിരിക്കുന്നു. അത് അദ്ദേഹം തന്നെയാണ് ഈ രാജ്യത്തോട് പറഞ്ഞത്. ഈ സഭ തുടങ്ങി 1 മാസത്തോളം ആകുമ്പോഴും ഇപ്പോഴും സഭയിൽ വരാത്തൊരു ആഭ്യന്തരമന്ത്രി അവസാന നിമിഷം വന്ന് ജനങ്ങളോട് മാപ്പ് പറയുന്നതിന് തുല്യമായി ഒരു കത്ത് നൽകി ഞങ്ങളെ സഭ നടത്താൻ അനുവദിക്കണമെന്ന് പറഞ്ഞാൽ എന്ത് വിരോധാഭാസം എന്നല്ലാതെ മറ്റു പറയാനില്ല. ഇന്ന് ചർച്ച തുടങ്ങിയാൽ നാളെ വൈകിട്ട് മറുപടി നൽകാമെന്നും അമിത്ഷാ പറയുകയാണ്. ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് അമിത്ഷായുടെ ഈ കൈകൂപ്പൽ എന്ന് നമ്മൾ ഓർക്കണം. സത്യം പറഞ്ഞാൽ ഏകദേശം 1 മാസത്തോളം നീണ്ടുനിന്ന പാർലമെൻറ്റ് സമ്മേളനത്തിൽ, അതും നിർണായ ബില്ലുകൾ പാസാക്കിയെടുക്കേണ്ടുന്ന ഒരു സമ്മേളനത്തിൽ ഒന്നും ചെയ്യാതെ ഒളിച്ചു നിന്ന ഒരു ആഭ്യന്തരമന്ത്രി അവസാന ദിവസം വന്ന് എഴുതിക്കൊടുത്ത ഈ കത്തിനെ ഒരു മാപ്പപേക്ഷയായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. നമുക്കറിയാം, ദില്ലിയിൽ നടന്ന നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരായ സമരം BJPയുടെ അടിത്തറ തന്നെ, ഈ സർക്കാരിൻ്റെ അടിത്തറ തന്നെ ഇളക്കിയതാണ്. അതിൽ പോലീസ് സ്വീകരിച്ച നടപടി, ആ നടപടിയിൽ അമിത്ഷാ സംസാരിക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഇപ്പോഴും ആവശ്യപ്പെടുന്നത്. ഇതോടെ ഇന്നലെയും ഇന്നും ഒക്കെ പാർലമെൻറ്റ് സ്തംഭിക്കുകയാണ്. അയോധ്യ കൊള്ള കൂടി ചർച്ച ചെയ്യണമെന്ന് ആവശ്യം കടുപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം. നീറ്റ് സമരത്തിനെതിരായ പോലീസ് നടപടിയിൽ അമിത്ഷായുടെ വിശദീകരണമാണ് തള്ളിയത്. എന്നാൽ പ്രതിപക്ഷത്തെ ലോക്സഭാ സ്പീക്കർ അതിരൂക്ഷമായി വിമർശിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പാർലമെൻറ്റിലും പുറത്തും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ പരസ്പരം മുദ്രാവാക്യം വിളിക്കുന്നു. എല്ലാ ദിവസവും സഭ തടസ്സപ്പെടുന്നത് ചോദ്യം ചെയ്ത സ്പീക്കർ അമിത്ഷാ ചർച്ചയ്ക്ക് തയ്യാറായിട്ടും പ്രതിഷേധം അവസാനിപ്പിക്കാത്ത പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിപ്പിക്കാൻ മാത്രമേ സമയം കണ്ടെത്തുന്നുള്ളൂ. അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രി വരാത്തത് അദ്ദേഹത്തിന് പ്രശ്നമല്ല, സ്പീക്കർക്ക്. ശരിക്കും ഇത് BJPയുടെ ഒരു രോദനമായിട്ടാണ് കാണുന്നത്. എല്ലാ വിഷയങ്ങളും ഒന്നിച്ച് ചർച്ച ചെയ്യാനാകുമോ എന്നാണ് സ്പീക്കർ ഓം ബിർള ചോദിക്കുന്നത്. ഇന്നും സഭയിൽ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് അമിത്ഷാ തന്നെ മറുപടി നൽകാമെന്ന് വ്യക്തമാക്കുന്നത്. അതൊരു മാപ്പ് പറച്ചിലാണ് യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത്. ശരിക്കും 1 മാസത്തോളം നീണ്ടുനിന്ന പാർലമെൻറ്റ് സമ്മേളനത്തിൽ നേരെ വരാതെ, ജനങ്ങളോട് ഉത്തരം പറയാതെ, സഭയിൽ പ്രതിപക്ഷത്തെ പേടിച്ച് അമിത്ഷാ ഒളിച്ചു നിന്ന് അവസാന നിമിഷത്തിൽ വന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാത്തിനും ഉത്തരം നൽകാമെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് രാജ്യത്ത് അമിത്ഷാ എന്ന രാഷ്ട്രീയ നേതാവിനുണ്ടായിരുന്ന എല്ലാ ക്രെഡിബിലിറ്റിയും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവസാന നിമിഷം ഒരു മാപ്പപേക്ഷയുമായി വന്നാൽ ജനങ്ങൾ അതെല്ലാം പുറത്തു നൽകുമെന്നുള്ള ഒരു ധാരണ, അത് അമിത്ഷായ്ക്ക് മിഥ്യാധാരണ എന്നുള്ളത് മനസ്സിലാകും എന്നുറപ്പാണ്.